ഹായ് വെൽക്കം ടു മാറ്റ്കം. ടീം മാറ്റ്കമിന്റെ മറ്റൊരു SLC ക്യാപ്സൂൾ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോളിനോമിയൽ പാർട്ടിൽ നിന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സോ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. So the question is P of x equal to x square minus 4x plus 4. What is P of 1? Write a first degree factor of P of x minus P of 1. Write the polynomial P of x minus P of 1 as the product of two first degree polynomials. അതായത് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് വണ്ണിന്റെ ഒന്നാം കൃതി ഘടകം എഴുതുക. പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് വൺ എന്ന ബഹുപദത്തെ രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക. സോ നമുക്കിപ്പോൾ തന്നിരിക്കുന്ന പോളിനോമിയൽ എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന പി ഓഫ് വൺ. അതിന്റെ അർത്ഥം എക്സിന്റെ സ്ഥാനത്ത് 1 വരുന്നു, അല്ലെ എക്സ് ഇസ് ഈക്വൽ ടു 1 വരുന്നു. സോ എക്സിന് അപ്പോൾ എന്ത് ചെയ്താൽ മതി? 1 കൊടുത്താൽ മതി. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് 1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുന്നു പ്ലസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ ഈസ് 1 മൈനസ് 4 പ്ലസ് 4. Minus 4 plus 4 is 0. Minus 4 plus 4 is 0. Then remaining എന്തുണ്ട്? 1 minus 0 that is equal to 1. So P of 1 ന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഒന്നാമത്തെ പാർട്ട് കിട്ടി. രണ്ടാമത്തെ എന്താ? Write the first degree factor of P of x minus P of 1. P of x minus P of 1 ന്റെ ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ എന്താണ് P of x? P of x എന്ന് പറയുന്നത് x square minus 4x plus 4. What is P of 1? That is 1. So P of x ൽ നിന്ന് P of 1 കുറയ്ക്കാം. So what will you get? You will be getting x square minus 4x plus 4. അതിൽ നിന്ന് P of 1 കുറയ്ക്കുന്നു, that is minus 1. So that is equal to x square minus 4x. 4 minus 1 is 3. So x square minus 4x plus 3. Done. Then write the polynomial P of x minus P of 1 as the product of two first degree polynomial. അപ്പോൾ അതായത് ഈ പറയപ്പെടുന്ന തന്നിരിക്കുന്ന പോളിനോമിയലിനെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതുക. അതായത് എന്താണ്? സ്പ്ലിറ്റ് ചെയ്ത് മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ നോക്കി, നമുക്ക് തന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 3 ഈക്വൽ ടു 0. അതായത് ഒരു ജനറൽ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്താൽ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0. അപ്പൊ നമ്മൾ ഇതിനകത്ത് എന്താണ് ചെയ്യുന്നത്? എ സി എന്ന് പറയുന്ന ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ ഒരു ഇക്വേഷനകത്ത് എയുടെ വാല്യൂ എന്താണ്? എയുടെ വാല്യൂ 1, ബിയുടെ വാല്യൂ എന്ന് പറയുന്ന -4, സിയുടെ വാല്യൂ എന്ന് പറയുന്ന 3. അപ്പൊ എ സി കണ്ടുപിടിച്ച് എന്ത് കിട്ടും? 1 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. ബിയുടെ വാല്യൂ എന്ന് പറയുന്ന -4. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ മിഡിൽ ടൈമിനെ സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെ? മിഡിൽ ടൈം സ്പ്ലിറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ഈ പറയപ്പെടുന്ന എ സിയുടെ വാല്യൂ ആയിട്ട് മിഡിൽ ടൈമിന്റെ പ്രൊഡക്റ്റ് വരണം. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ 3യും -4 എഴുതിയാൽ രണ്ട് നമ്പറിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 കിട്ടണം. രണ്ട് നമ്പറിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 കിട്ടണം. രണ്ട് നമ്പറിനെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ -4 കിട്ടണം. അതായത് എ സി എന്ന് പറയുന്നത് രണ്ട് നമ്പറിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കണം. ബി എന്ന് പറയുന്നത് ആ എടുത്ത രണ്ട് നമ്പറിന്റെ സം ആയിരിക്കണം. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഒരു രണ്ട് നമ്പറിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് 3 വന്നിരിക്കുന്നു. രണ്ട് നമ്പറിന്റെ സം എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഇപ്പൊ രണ്ട് നമ്പറിന്റെ സമ്മ് നെഗറ്റീവ് ആകണമെങ്കിൽ ഒന്നെങ്കിൽ രണ്ടും നെഗറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പറെങ്കിലും നെഗറ്റീവ് ആവണം. പക്ഷെ രണ്ട് നെഗറ്റീവ് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു പോസിറ്റീവ് നമ്പർ കിട്ടുള്ളൂ. ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും മൾട്ടിപ്ലൈ ചെയ്താൽ നെഗറ്റീവ് നമ്പറാണ് കിട്ടുക. അപ്പൊ നമ്മുടെ രണ്ട് നമ്പറുകളും എന്തായിരിക്കും? നെഗറ്റീവ് നമ്പർ ആയിരിക്കും. കാരണം നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് നെഗറ്റീവ് കിട്ടും. സോ ഏതൊക്കെ രണ്ട് നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 3 കിട്ടുക? ആ രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്താൽ -4 കിട്ടണം. എക്സാമ്പിൾ എന്ന് പറയുന്നത് -1ഉം -3. സോ തന്നിരിക്കുന്ന പോളിനോമിയൽ അതായത് എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 3 ഈക്വൽ ടു 0. ഈ പോളിനോമിയലിന്റെ മിഡിൽ ടൈമിനെ -1ഉം -3ഉം ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിട്ട് മാറ്റി എഴുതുക. അതായത് എക്സ് സ്ക്വയർ -1x -3x പ്ലസ് 3 ഈക്വൽ ടു 0. കാരണം -1x -3x എന്ന് പറയുന്നത് -4x ആണ്. സോ ഫസ്റ്റിനകത്ത് എക്സ് സ്ക്വയർ മൈനസ് എക്സിൽ നിന്ന് എക്സ് കോമൺ എടുത്താൽ ബാക്കി എന്തുണ്ട്? എക്സ് സ്ക്വയറിൽ ബാക്കി എക്സ് ഉണ്ട്. ഇവിടുന്ന് എക്സ് എടുത്താൽ ബാക്കി എന്തുണ്ട്? -1 ഉണ്ട്. രണ്ടാമത് -3x പ്ലസ് 3. അപ്പൊ അവിടെ നിന്ന് -3 കോമൺ എടുത്താൽ ബാക്കി എന്തുണ്ട്? എക്സ് ഉണ്ട്. പ്ലസ് 3യിൽ നിന്ന് -3 എടുത്താൽ ബാക്കി -1 ഉണ്ട്. സോ ഇവിടെ എന്തായി? വീണ്ടും x -1 കോമൺ ആയി. അപ്പൊ x -1നെ കോമൺ ആയിട്ട് എടുത്താൽ ഫസ്റ്റ് ടൈമിൽ എക്സ് ഉണ്ട്, സെക്കൻഡ് ടൈമിൽ -3 ഉണ്ട്, ഈക്വൽ ടു 0. അപ്പൊ നമ്മൾ നോക്കിയേ, തന്നിരുന്ന പോളിനോമിയലിനെ രണ്ട് എന്താ പറയുക ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിലെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതി. ഈ മെത്തേഡ് നിങ്ങൾക്ക് വർക്ക് ആവുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ -4x പ്ലസ് 3 ഈക്വൽ ടു 0.
നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉപയോഗിക്കുക, സോൾവ് ചെയ്യുന്ന മെത്തേഡ് ഉപയോഗിക്കുക. എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു -4, സി ഈക്വൽ ടു 3 എന്ന് കിട്ടും. സോ ബി സ്ക്വയർ മൈനസ് 4ac കാണുക. അപ്പൊ എന്ത് കിട്ടും? ബി സ്ക്വയർ ഈസ് -4² മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 3. -4ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 16 -12 ഈക്വൽ ടു 4. ഇനി നമുക്ക് എന്ത് എഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ബിയുടെ വാല്യൂ എന്താണ്? 4. അപ്പം ബിയുടെ വാല്യൂ -4 മൈനസ് ബി എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ് -4 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ 4 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1. സോ ഇത് കിട്ടും മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുമ്പോൾ +4 കിട്ടും, പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറയുന്നത് 2 കിട്ടും, ഡിവൈഡ് ബൈ 2. സോ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എന്ത് കിട്ടും? 4 + 2/2 or 4 - 2/2. കറക്റ്റാ? സോ 4 + 2 എന്ന് പറയുമ്പോൾ 6/2 ഈക്വൽ ടു 3 എന്ന് കിട്ടും, അല്ലെങ്കിൽ 4 - 2 എന്ന് പറയുമ്പോൾ 2/2 ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആയി, എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയി. അപ്പൊ ഇക്വേഷനിലേക്ക് എഴുതുമ്പോൾ നേരെ തിരിച്ച് ഇവിടെ എന്ത് കിട്ടും? x - 3 ഈക്വൽ ടു 0 or x - 1 ഈക്വൽ ടു 0. സോ തന്നിരിക്കുന്ന പോളിനോമിയലിനെ x - 3 ഇൻറ്റു x - 1 ഈക്വൽ ടു 0 ഫോമിൽ എഴുതാനായിട്ട് പറ്റും. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഏതാണ് എളുപ്പമുള്ള മെത്തേഡ് അത് ചൂസ് ചെയ്തോളുക. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കറൻസ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.